ഹായ് ഇറ്റ്സ് മീ ഏഞ്ചൽ. ഇന്ന് നമ്മുടെ കൂടെയുള്ള ഗസ്റ്റ് വിജു കൊടുങ്ങല്ലൂർ. വെൽക്കം ചേട്ടാ. വിജു കൊടുങ്ങല്ലൂരിന് മുമ്പ് എൻ്റെ പേരായിരുന്നു. ആ പേരിലൊരു പ്രോബ്ലം ഉണ്ട്. പ്രോബ്ലം ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് 6 മാസം നല്ലോണം 6 മാസം വെല്ലോണമാണ്. ഓക്കെ, ഇതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമായിരിക്കും. പക്ഷെ അങ്ങനെ വന്നപ്പോൾ സിനിമയും കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു തോന്നല് പേരങ്ങ് മാറ്റിയാലോ, എന്നാൽ നമ്മളെ പേര് പോവുകയും ചെയ്യരുത്, അച്ഛൻ്റെയും പേരും ഒക്കെ വേണം, കുടുംബത്തിൻ്റെ പേരും വേണം എന്നുള്ള AK അങ്ങനെ തന്നെ നിരത്തിക്കൊണ്ട് AK വിജുബാൽ. ഇപ്പൊ ഒരു ഗമയില്ലേ, ഒരു ഗുമ്മായി ഒരു സെറ്റ് പേരാണ് AK വിജുബാൽ. അപ്പൊ എൻ്റെ പേര് AK വിജുബാൽ. ചേട്ടൻ ജൂനിയർ കലാഭവൻ എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, നമ്മുടെ മണിച്ചേട്ടൻ ആദ്യമായിട്ട് അനുകരിച്ചതും ആരാ? ചേട്ടനാണ്. അപ്പൊ നമുക്ക് മണിച്ചേട്ടൻ്റെ ഒരു പാട്ടിൽ നിന്ന് തന്നെ അങ്ങോട്ട് തുടങ്ങാം. ഓക്കെ, മണിച്ചേട്ടൻ്റെ പാട്ടുകൾ എന്ന് പറയുമ്പോഴേ എല്ലാവരും മണിച്ചേട്ടൻ്റെ പാട്ടുകൾ കേട്ടിട്ടുണ്ട്, എല്ലാ പാട്ടുകളും കേട്ടിട്ടുണ്ട്. എന്നാൽ മണിച്ചേട്ടൻ പാടാതെ പോയൊരു പാട്ടുണ്ട്. കാരണം ഞാൻ എഴുതി സംഗീതം ചെയ്തിട്ട് മണിച്ചേട്ടൻ ഞാൻ പാടി കേൾപ്പിക്കുകയും അത് പാടണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്. ആ പാട്ട് പാടാം, അതാകുമ്പോൾ എല്ലാവർക്കും ഒരാളും കേട്ടിട്ടുണ്ടാവില്ല. 1, 2 പാടിയ പാട്ടുകൾ തന്നെ പിന്നെയും പിന്നെയും പാടുന്നതിനേക്കാളും നല്ലത് എനിക്കൊരു പ്രൊമോഷൻ കൂടി ആവും. ആ പാട്ട് എങ്ങനെയാ തുടങ്ങും? മേലേ മേലേ നീരിക്കുന്നു, താഴെ ഭൂമിയിൽ ഞാൻ നടക്കുന്നു, ചിരിയും ദുഃഖവും നീരജിക്കുന്നു, കര കാണാ കടലിൽ ഞാൻ അലയുന്നു, ഒരു നോക്കു കാണാൻ കൊതിയുണ്ട് മുത്തേ, ഒരു വാക്കുമിണ്ടാൻ പിടയുന്നു സ്വത്തേ, നിന്നയോർത്തെന്നു ഞാൻ കണ്ണടച്ചാലും നിൻ കളിയും ചിരിയും കണ്ണിൽ തെളിയുന്നു മുത്തേ, മേലേ മേലേ നീരിക്കുന്നു, താഴെ ഭൂമിയിൽ ഞാൻ നടക്കുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പോൾ ഭയങ്കര ഫീലാണ് ഈ പാട്ട് പാടുമ്പോൾ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു അത്ര ഒരു പുള്ളി പാടിയിരുന്നെങ്കിൽ ഇതിന് വേറൊരു ഫീലായാൽ ഇന്നിപ്പോൾ ഞാൻ നടക്കുന്നു എന്നുള്ള രീതിയിലായി. കാരണം പുള്ളിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ കുറേ പാട്ടുകൾ, എൻ്റെ മാത്രമല്ല എന്നെപ്പോലെ പാട്ടുകൾ എഴുതി സംഗീതം ചെയ്ത ഒരുപാട് പേരുടെ പാട്ടുകൾ മണിച്ചേട്ടനിലൂടെ ഇന്ന് മലയാളികൾ അറിഞ്ഞേനെ. പക്ഷേ അത് എന്തോ ഇത്രയായിരിക്കും നമുക്ക് വിധിച്ചിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, മണിച്ചേട്ടൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാൻ പറ്റുമോ? മണിച്ചേട്ടൻ ആദ്യം ഇപ്പോൾ ഒക്കെ മാറി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ശബ്ദം മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് 1 വർഷം ഞാൻ മിമിക്രിയിൽ നിന്ന് തന്നെ മാറിയെന്ന്. അത്രയും ഡിറ്റുമായിരുന്നു. മണിച്ചേട്ടൻ്റെ അമ്മയ്ക്ക് തന്നെ തെറ്റിപ്പോയിട്ടുണ്ട് വോയിസ്. അതിന് കാരണക്കാരൻ ലോയി സാറാ. ഫസ്റ്റ് പടമായ സൂത്രധാരൻ എന്ന് പറഞ്ഞ സിനിമ ചെയ്യുമ്പോൾ ആ പടത്തിൻ്റെ എൻ്റെ ഫസ്റ്റ് മൂവി സൂത്രധാരൻ. അപ്പം അതിൻ്റെ രവീന്ദ്ര മാഷ തന്നെ ലോയി സാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ജഗാബൊഗ എന്ന് പറഞ്ഞ സൂപ്പർ ഹിറ്റ് സീരിയല്, ഡൂപ്പുകളെ വെച്ചിട്ടുള്ള സീരിയല് ദുബായിലൊരു പ്രോഗ്രാം നടക്കുന്നത്, അറ്റ്ലസ് രാമേന്ദ്രൻ സാറിൻ്റെ പ്രോഗ്രാം. അപ്പോൾ ആ സമയത്താണ് സൂത്രധാരൻ അനൗൺസ് ചെയ്തിരിക്കുന്നത്. രവീന്ദ്ര മാഷാണ് സംഗീതം ചെയ്യുന്നത്. മാഷ എനിക്ക് നേരത്തെ അറിയാം. ഞാൻ സംഗീത കോളേജിൽ പഠിച്ചിട്ടുള്ള എൻ്റെ വലിയ മാഷ പെങ്ങളുടെ മോനൊക്കെ സംഗീതം പഠിച്ചിട്ട് അങ്ങനെയും പറയാം. പക്ഷെ അങ്ങനെയും പറയാവോ? മാഷ എനിക്കറിയണം. എൻ്റെ വലിയ മാഷോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ സാറ് പടം ചെയ്യാൻ പോകുന്നില്ല, അപ്പം എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമോ? മാഷാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, രവീന്ദ്ര മാഷ്. ആ പടത്തിൽ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പടം ഓക്കെ ആയി. അതിൻ്റെ പുറകിലൊക്കെ വലിയൊരു കഥകളുണ്ട് ശരിക്കും. അതൊക്കെ നമുക്ക് പിന്നെ പറയാം. ലോയി സാറ് പറയാണ്, പടത്തിൻ്റെ ഒരു ഷൂട്ടിങ്ങിൻ്റെ ദിവസം ഞാൻ പാലക്കാട് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഉച്ചയ്ക്ക് മണിച്ചേട്ടനും ദിലീപേട്ടനൊക്കെ ഉള്ള ഒരു സെറ്റിൽ ആ സമയത്ത് ഞാൻ ആ ലൊക്കേഷനിലേക്ക് ചെല്ലുകയാണ്. ആ ലൊക്കേഷൻ ചെന്നപ്പോൾ മണിച്ചേട്ടനൊക്കെ
ചോറുണ്ട് കഴിഞ്ഞിട്ട് കയ്യൊക്കെ കാണിച്ച് ആരാധകരുടെ അടുത്ത് മണിച്ചിട്ടോ എന്നൊക്കെ പണ്ട് ഭയങ്കര സമയം ഈ ആരാധകരുടെ ഒരു അട്ടഹാസവും പരിപാടിയൊക്കെ ആയിട്ട് നിൽക്കണ സമയത്താണ് ഞാൻ ചെന്നിറങ്ങണത്. എന്നിവരെല്ലാം കൂടി എടുത്ത് ജൂനിയർ കലാപം മണി വന്നേ എന്ന് പറഞ്ഞ് എടുത്ത് പൊക്കി. ഞാൻ നാണം കെട്ട് തീർന്ന് എന്നെ ഒന്ന് ഇറക്കി ചേട്ടാ പ്ലീസ് എന്ന് പറഞ്ഞിട്ട് ഒരു കണക്കിന് അവിടെ നിന്ന് ഇറങ്ങി ഞാൻ അവിടെ ചെന്നു. ഇവരെല്ലാം ഭയങ്കര ഹാപ്പി ആയിട്ട് സ്വീകരിച്ചു. ലോയ് സാർ ഇതെല്ലാം കണ്ടു നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു തിരുവോണത്തിന് എനിക്ക് തെങ്കാശിയിൽ ഷൂട്ട്, അവിടേക്ക് വിളിച്ചു. അവിടെ ചെന്ന് ലോയ് സാറ് ഞങ്ങൾ അവിടെ നിന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് തിരുവോണത്തിനുള്ള ഭക്ഷണം കഴിച്ചിട്ട് ലോയ് സാർ എന്നെ തോളിലിങ്ങനെ പിടിച്ചിട്ട് നടന്നുകൊണ്ട് പോവാം. അപ്പോൾ എന്തോ പറയാനുള്ളത് കൊണ്ടായിരിക്കും സാർ അങ്ങനെ കൊണ്ടുപോകണം. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു അനുഭവമാണ്. പ്രത്യേകിച്ച് അത്രയും ലെജൻഡ്, ഞാൻ അത്രയും ഇഷ്ടപ്പെടുന്ന ഒരു എഴുത്തുകാരനും ഡയറക്ടറും സാറിൻ്റെ ഫസ്റ്റ് പടം. അപ്പോൾ സാറ് ഡയറക്റ്റ് ചെയ്യുന്ന പടത്തിൻ്റെ പേരിൽ എന്താണ് എങ്ങനെയാണ് സിനിമയുടെ രീതികളൊന്നും എനിക്കറിയില്ല. കാരണം ആദ്യത്തെ അനുഭവം ആദ്യമായിട്ട് എനിക്ക് ആരും ഇല്ല, പറഞ്ഞു തരാൻ ആരും ഇല്ലായിരുന്നു. സാറ് എന്നെ പിടിച്ചുകൊണ്ട് പറയാ, ഇതിൻ്റെ അകത്ത് ഒരാൾ വേഷം കെട്ടുണ്ട്, നീയും കൂടി വേഷം കെട്ടിയാൽ അതൊരു വേഷം കെട്ടാവും. അവനെ ഞാനെന്ത് വേഷം കെട്ടി? ഞാനാണ് ഇതിൻ്റെ അകത്ത് വേഷം കെട്ടിയത്. കാരണം എനിക്കറിയില്ല, കഥ അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ സാറേ എന്താണ് എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ സാറ് പറയാം, ഇതിനകത്ത് സലീം കുമാർ ഒരു ഗാണ്ടൂസിൻ്റെ വേഷം കെട്ടുന്നു, പെൺവേഷം കെട്ടുകയാണ്. സലീം കുമാറിൻ്റെ കൂടെയുള്ളൊരു വേഷമാണ് വിജുവിനെ ഞാൻ വെച്ചിരുന്നത്. വിജുവിന് അത്യാവശ്യം ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് വേറെ വേഷം ചെയ്യാം. ഞാൻ തീർന്നു. കാരണം എന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിപൂർവ്വം ചെയ്ത ഒരു സംഭവമാണെന്ന് എൻ്റെ ഉള്ളിലെ ഈഗോവും സംഭവങ്ങളൊക്കെ തല പൊക്കി ഇങ്ങനെ വിടർത്തി നാഗം നിൽക്കണവർ നിൽക്കുക, എല്ലാം തീർന്ന്. അപ്പോൾ എൻ്റെ ഈ മൂഡ് ഓഫും സംഭവം കണ്ടപ്പോൾ സാറ് പിന്നെയും ചേർത്ത് ഇങ്ങനെ പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, ബിജു വേഷമില്ലാണ്ടല്ല, വേഷം ബിജുവിൻ്റെ അകത്ത് വേഷം ചെയ്യുന്നുണ്ട്, 2 ആഴ്ച കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കും, അപ്പോൾ വരണം കേട്ടോ. അപ്പോൾ ഞാൻ മനസ്സവിടെ ഓക്കെ സാറേ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നു. കാരണം എന്നെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ചേട്ടന്റെ മനസ്സിൽ ഒഴിവാക്കാന്നുള്ളൊരു തോട്ടാണ്. അതാ, കാരണം സിനിമയിൽ അങ്ങനെയാണ് നമുക്ക് കേട്ടേക്കണത്, മനസ്സിലായില്ലേ? പ്രത്യേകിച്ച് മണിച്ചേട്ടൻ്റെ ഡൂപ്പ് സംഭവങ്ങളൊക്കെ ആയിട്ട് നിൽക്കണ അങ്ങനത്തെ പാരകൾ സംഭവങ്ങൾ കുറേ ഉണ്ടായിരുന്നു. അതിൻ്റെ വിഷയങ്ങൾ വേറെ നടക്കുന്നുണ്ട്. മണിച്ചേട്ടൻ്റെ ആരാധകർ ലെറ്ററുകൾ വെച്ചിട്ട് ഒരു കെട്ട് ലെറ്ററായിട്ട് തിരുവനന്തപുരം വന്നിട്ട് എനിക്ക് കൊട്ടേഷൻ തന്ന സംഭവങ്ങൾ വേറെ നടക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി കൂട്ടി വായിച്ചപ്പോഴാണ് ഇത് ഒരു പാരയായിരിക്കും എന്നുള്ള രീതിയിൽ ഞാൻ നോക്കണം. പക്ഷേ കറക്റ്റ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ലോയ് സാർ വിളിച്ചു. അതിനകത്ത് സൂത്രധാരൻ എന്ന സിനിമയിലെ സൂത്രക്കാരനായിട്ടുള്ള കുതിരവണ്ടിക്കാരൻ്റെ വേഷമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഡയലോഗ് പഠിക്കാനായിട്ട് വിടുകയും അതിൻ്റെ സിറ്റുവേഷനൊക്കെ പറഞ്ഞു തന്ന് അങ്ങനെ ഫസ്റ്റ് പടം ചെയ്യണം. അതാണ് എൻ്റെ പടം സൂത്രധാരൻ, ആദ്യത്തെ മൂവി. അത് കഴിഞ്ഞിട്ട് പിന്നെ സിനിമകളൊക്കെ എങ്ങനെയായിരുന്നു? അത് കഴിഞ്ഞിട്ട് അടുത്തത് കമൽ സാറിൻ്റെ പടം. അത് കലവൂർ രവികുമാർ സാറിൻ്റെ ചേട്ടൻ്റെ അനിയൻ ഒരു ട്രെയിൻ യാത്രയിൽ പരിചയപ്പെട്ടതാണ്. ആ യാത്രയിൽ ചേട്ടൻ സിനിമ ചെയ്യാൻ പോകുന്നുണ്ട്, കമൽ സാറാണ്, നിങ്ങളെ നാട്ടുകാരനാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒന്ന് പോയി കണ്ടോ എന്ന് പറഞ്ഞു. ഞാൻ തൃശ്ശൂർ ആയിരുന്നു അവരെഴുതിക്കൊണ്ടിരുന്നത്. ചേട്ടൻ്റെ അടുത്ത് പോയി കണ്ട്. അപ്പോൾ ഈ സാറുണ്ടായിരുന്നു, കമൽ സാറുണ്ടായിരുന്നു. സാറിനോട് ഞാൻ പറഞ്ഞു, സാറേ ഞാൻ കൊടുങ്ങല്ലൂരിലാണ്. അപ്പോൾ സാറ് പറഞ്ഞു, ഞാൻ കോമഡി കാണാറുണ്ട്, ജഗബോഗൊക്കെ കാണാറുണ്ട്, നമുക്കിതിനകത്ത് ചെയ്യാട്ടോ സംഭവം എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ അകത്ത് 2ാമത്തെ പടം. 3ാമത്തത് അത് കഴിഞ്ഞിട്ട് ചെയ്താണ് എൻ്റെ വീട് അപ്പൂവിൻ്റെ, സിബി സാറിൻ്റെ പടം. പിന്നെ അതിനകത്ത് അത് കഴിഞ്ഞിട്ട് കുറേ പടങ്ങൾ, മായാവി, ബിഗ് ബി, മമ്മൂക്കാട് കൂടെ 6 പടം. ബിഗ് ബിയിലുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ബിഗ് ബി ശരിക്കും മമ്മൂക്കയാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് മായാവിയിലെ സംഭവങ്ങൾ ഞാനിങ്ങനെ സെറ്റിൽ ചെല്ലുമ്പോൾ ചെന്ന് കാണും, സംസാരിക്കുകയൊക്കെ ചെയ്യും. ആൻഡ്രോ ചേട്ടൻ ശരിക്കും അതിൻ്റെ അകത്തൊരു ഘടകമാണ്, ആൻഡ്രോ ജോസഫ്. ആൻഡ്രോ ചേട്ടൻ ബിഗ് ബിയുടെ ഷൂട്ട് ചാലക്കുടി നടക്കുമ്പോഴെന്നെ വിളിച്ച്, നീ ഒന്ന് ഇവിടെ വാ, ഒന്ന് കണ്ടിട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ച് കാണുകയും
കണ്ട് സംസാരിച്ചിട്ടൊക്കെ പോന്നു. അപ്പോൾ ഒരു ഉറപ്പില്ല. എന്നെ ഒരു ദിവസം വിളിച്ചു, ഫോർട്ട് കൊച്ചിയിലാണ്, ഷൂട്ടുണ്ട്, അങ്ങോട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാനവിടെ ചെന്ന് മേക്കപ്പൊക്കെ ചെയ്ത് ഞാൻ മാറിയിരിക്കുക. കാരണം അടുത്ത മമ്മൂക്ക വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. മമ്മൂക്ക വന്നില്ലേ, ബിജു വന്നില്ലേ ചോദിച്ചു. വന്നു ബിജു ചാലക്കുടി വന്നു. ബിജു ചാലക്കുടിയോ? അവനങ്ങോട്ട് വിളിക്കുക. അപ്പം ഞാൻ ദൂരെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുക. ഇനി വല്ല ഏത് വഴിക്കാണ് മാറാന്ന് നമുക്കറിയില്ല, സംഭവിക്കാൻ പോകുന്നത് അറിയില്ല. അവനങ്ങോട്ട് വിളിക്കും, നമുക്ക് ചൂടായിട്ട് സംസാരിക്കുന്നു. ബിജു ചാലക്കുടിയോ? വിളിക്കും. ഞാൻ എന്നെ വിളിക്കുന്നു പറഞ്ഞപ്പോൾ ഞാൻ എന്താന്നുള്ള രീതിയിൽ എന്തൊക്കെ. അപ്പോൾ മാനേജറെ ഇങ്ങോട്ട് വിളിച്ച്, പ്രൊഡക്ഷൻ മാനേജറെ വിളിച്ച് ചോദിച്ചു എൻ്റെ പേരെന്താന്ന് ചോദിച്ചു. ബിജു ചാലക്കുടി. പക്ഷെ എൻ്റെ പൊന്നെ കണ്ണു പൊട്ടുന്ന വഴക്ക് പറഞ്ഞു. ഇവൻ്റെ പേര് വിജു കൊടുങ്ങല്ലൂർ. ഒരാൾക്കൊരു പേരിട്ടിരിക്കുന്നത് അയാളെ തിരിച്ചറിയാൻ വേണ്ടിയാണ്. പേര് മാറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആള് മാറിപ്പോവും എടുക്കുന്ന പണിയിൽ. അത് വലിയൊരു പോയിന്റ്. അതെ അതെ അതെ. അത് ഞാൻ പറഞ്ഞില്ല, നമുക്ക് പറഞ്ഞ ഒറ്റ വാക്കാണ്, എടുക്കുന്ന പണി ആത്മാർത്ഥമായിട്ട് എടുക്കുക. കാരണം അവൻ്റെ പണി, പേര് അവൻ വ്യക്തമായിട്ട് പറയുക. നമ്മൾ ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് അവൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. അത് മാറ്റി പറയുമ്പോൾ ആർട്ടിസ്റ്റ് മാറിപ്പോയി. ശരിയാണ്. അങ്ങനെ അതൊരു വലിയൊരു അനുഭവമായിരുന്നു കേട്ടോ. മമ്മൂക്കയുടെ ഇപ്പോഴും മമ്മൂക്ക ഒരു ചേർത്ത് പിടിക്കുന്നതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി മമ്മൂക്കയാണ് മലയാള സിനിമയിൽ. ഞാനങ്ങനെ പോവാറില്ല എന്നുള്ള കുറുമ്പ് മാത്രമേ ഉള്ളൂ. ഞാനങ്ങനെ പോവാറില്ല. അത് എൻ്റെ പ്രോബ്ലമായിട്ടും പറയാം, അല്ലാതെയും പറയാം. ചേട്ടനിപ്പോ 150ഓളം സിനിമകൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒരു ലക്ക് ഫാക്ടർ ആയിട്ടാണോ കാണുന്നത്, അതോ ഹാർഡ് വർക്കിന്റെ ഒരു പാർട്ടായിട്ടാണോ കാണുന്നത്? രണ്ടും ഉണ്ട്. ലക്ക് ഒരു പരിധി വരെ ലക്ക് തന്നെയാണ്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മളെ ആ സമയത്ത് സിനിമ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ പേര് അവിടെ ആരെങ്കിലും ഒരാൾ പറയുന്നതോ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ചർച്ചയിൽ വരുമ്പോൾ ആരെങ്കിലും ഒരാൾ ഉന്നയിക്കുമ്പോഴാണ് ഒരു പക്ഷേ ഡയറക്ടർ പോലും ഓർക്കുക. കാരണം അത് ഒരു സിനിമ ഉണ്ടാക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് എനിക്കറിയാം. അത്രയും ടെൻഷനാണ് ഓരോ ദിവസവും ഓരോ നിമിഷവും. അത്രയും പ്രോബ്ലത്തിലാണ് ഒരു സിനിമ ഉണ്ടാക്കാനായിട്ട് ഒരു ഡയറക്ടർ അനുഭവിക്കുന്ന വേദന. ആ സമയത്ത് നമ്മളെ ഓർക്കണമെന്നില്ല, നല്ല ഫ്രണ്ടായിരിക്കും, ഒരു പക്ഷേ നമ്മളെ ഓർക്കണമെന്നില്ല. ആ സമയത്ത് ഇതുപോലെ ആരെങ്കിലും ഒരാൾ പറയണത് ഇന്ന ആൾ ശരിയാണോ, അയാൾ വിളിക്കും കറക്റ്റ് എന്ന് പറഞ്ഞിട്ട് അതൊരു സംഭവമാണ്. അതിനപ്പുറം നമ്മൾ ചെയ്ത് വെച്ചിട്ട് ഹാർഡ് വർക്കിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന കുറേ കഥാപാത്രങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും അയാളുടെ മനസ്സിൽ ഈ സാധനം നിൽക്കുക. രണ്ടിനും തുല്യ പ്രാധാന്യമുണ്ടെന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. കഴിവുണ്ടെന്നും പറഞ്ഞിട്ട് എന്തോരം ആർട്ടിസ്റ്റ്, കഴിവുള്ള ഒരുപാട് ആർട്ടിസ്റ്റ് ഇന്ന് മലയാള ഇൻഡസ്ട്രിയിൽ വെറുതെ ഇരിക്കുന്നുണ്ട്. ഒരു കഴിവില്ലെന്നല്ല, അത്തരം ഒരു പെർഫോമൻസ് ലെവലിലേക്ക് അങ്ങനെ എത്താത്ത ഒരുപാട് പേര് ഇന്ന് ഇൻഡസ്ട്രിയുടെ ടോപ്പായിട്ട് നിൽക്കുന്നുണ്ട്. അല്ലേ? ലക്കാണ്. അവരെ വെച്ചാൽ സിനിമ ഓടുമെന്നും ആ സിനിമ 100 കോടി ക്ലബിൽ കയറുമെന്നൊക്കെ ഉള്ളൊരു വിശ്വാസമാണ്. കാരണം പ്രൊഡ്യൂസർക്ക് അയാളെ കാശ് പോകരുത്. അയാൾ 10 മുടക്കുമ്പോൾ 20 കിട്ടണം അല്ലെങ്കിൽ 100 കിട്ടണം ആഗ്രഹിച്ചിട്ടാണ് നിൽക്കണത്. അവിടെ അയാൾ ലക്കമുള്ളവനെ മാത്രമേ നോക്കുള്ളൂ, അല്ലാതെ കഴിവുള്ളവനെ നോക്കിയിട്ട് ഒരു കാര്യമില്ല എന്ന് പറയും. അവനെ വെച്ചിട്ട് കച്ചവടം നടക്കുമോ എന്നാ നമുക്ക് നോക്കാൻ ഇല്ലേ? അതാണ് സിനിമ. ചേട്ടന് ആക്ടിങ്ങിൽ ഇൻസ്പയർ ആയിട്ടുള്ള ഒരു ആക്ടർ ആരാ? ഒരുപാട് പേരുണ്ട്. അത് ഇവിടുന്ന് പറഞ്ഞ മോഹൻലാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ആക്ടറാണ്. മമ്മൂക്ക മോഹൻലാലൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇവിടെ. ലാലേട്ടൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ല. ലാലേട്ടൻ്റെ കൂടെ അഭിനയിക്കണം എന്ന് വലിയ ആഗ്രഹമായിരുന്നു. ആ സമയത്തൊരു അമേരിക്കൻ പരിപാടി വന്ന് ആ പരിപാടി നടന്നില്ല, പോകാൻ പറ്റിയില്ല. ഈ വർക്ക് നടന്നില്ല. അന്ന് ആ അമേരിക്കൻ പരിപാടിക്ക് പോകാനും പറ്റിയില്ല, ഈ വർക്ക് ചെയ്യാനും പറ്റിയില്ല. അങ്ങനെയുണ്ട്. രണ്ടും നഷ്ടമായ ഒരു വർഷമായിരുന്നു ആ സമയത്ത്. സ്കൂളിൽ നിന്ന് ട്രിപ്പിന് പോയിട്ടുണ്ടോ? സ്കൂളിൽ ട്രിപ്പിന് പോയിട്ടുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര കോമഡിയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ
സ്കൂളിൽ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ടൂർ പോകുന്നത് 3 ദിവസത്തെ ടൂറ്. ഊട്ടി കൊടൈക്കനാലൊക്കെ 3 ദിവസത്തെ ടൂർ. അപ്പോൾ സ്കൂളിൽ നിന്ന് ടൂറ് പോകുന്നവരെ പേര് കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് വീട്ടിൽ വന്നു അച്ഛനോട് പറഞ്ഞു, അച്ഛാ സ്കൂളിൽ നിന്ന് ടൂറ് പോകുന്നുണ്ട്, 3 ദിവസത്തെ ടൂറാണ്, ഞാൻ പൊക്കോട്ടെ. അതിനെന്താ മോനെ, എവിടേക്കാണ് പോണത്? ഊട്ടി കൊടൈക്കനാൽ ഒക്കെയാണ് പോണത്, എല്ലാവരും പോകണ്ടച്ചാ പറഞ്ഞു. ആണോ? ഊട്ടി കൊടൈക്കനാലൊക്കെ നല്ല കാണേണ്ട സ്ഥലം തന്നെയാണ്, നോക്കോ നീ പൊക്കോ, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പുള്ളി ഒരു വാക്ക് പറഞ്ഞു, എന്താ? സന്ധ്യക്ക് വിളക്ക് എത്തിക്കുമ്പോ വീട്ടിൽ കണ്ടോളണം. എങ്ങനെയുണ്ട്? 3 ദിവസം ടൂർ പോണ ആളാണേ, സന്ധ്യക്ക് വിളക്ക് എത്തിക്കുമ്പോ വീട്ടിൽ കണ്ടോളണം. അപ്പൊ പോയിട്ടില്ല. അപ്പൊ ഇപ്പൊ ഫാമിലി ട്രിപ്പ് ഒക്കെ പോവാറുണ്ടോ? ഫാമിലി ട്രിപ്പ് പോകാറുണ്ട്. എനിക്കുള്ളൊരു ഭാഗ്യം എന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് പഠിത്തം കഴിഞ്ഞ് ഞാൻ ട്രൂപ്പ് തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു മിക്ക രാജ്യങ്ങളിലും പോകാൻ പറ്റി. ദുബായിൽ, അമേരിക്കൻ രാജ്യങ്ങൾ ഒഴിച്ച് ഗൾഫിൽ പോകാൻ പറ്റി. ഇന്ത്യയിലെ ഒരു മിക്ക സ്ഥലങ്ങളിലും പോകാൻ പറ്റി. അതൊരു ഭാഗ്യം തന്നെ, ട്രാവൽ ചെയ്യാൻ പറ്റും. അപ്പം അതൊക്കെ ഒരു വലിയൊരു ഭാഗ്യമാണ്. എൻ്റെ അച്ഛനെയും കൊണ്ട് എനിക്ക്, അച്ഛന് മരിക്കുന്നതിന് 11 ദിവസം മുമ്പ് ഒരു ട്രിപ്പ് ഞങ്ങൾ പോയി. അച്ഛനോട് ചോദിച്ചു, അച്ഛന് എന്താണ് ആഗ്രഹം എന്ന് ചോദിച്ചു ഒരു ദിവസം. എടാ എനിക്കൊന്ന് ഫ്ലൈറ്റിൽ കയറണം എന്ന് പറഞ്ഞു. ഓക്കെ. ഞാൻ വൈഫിനോട് പറഞ്ഞാൽ അച്ഛൻ ഇങ്ങനെ ഫ്ലൈറ്റിൽ കയറണം എന്നൊരാഗ്രഹം, നമുക്കൊരു യാത്ര പോകാം, തിരുവനന്തപുരം വരെ പോയാലും മതി, എന്നാൽ ഒരു ട്രിപ്പ് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വൈഫിൻ്റെ അച്ഛനമ്മയും അറിയിച്ച് ഞങ്ങൾ ഫാമിലി ഒരു ട്രിപ്പ് ഇവിടെ നിന്ന് തിരുവനന്തപുരം പോകുന്നു. തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ട് ട്രിപ്പ്. പക്ഷെ അച്ഛൻ ഭയങ്കര ഹാപ്പിയായി, ഭയങ്കര ഹാപ്പിയായി. അത് ആലോചിക്കുമ്പോൾ ശരിക്കും ഒരു പ്രൗഡായിട്ടുള്ളൊരു മകനാണ്. അതെ, അത് വലിയൊരു ഭാഗ്യമാണ്. കാരണം നമുക്ക് അവരൊരുപാട് വിശപ്പ് സഹിച്ചിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അന്നൊക്കെ നമ്മളെ നോക്കിയിട്ടുള്ളത്. അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യമല്ലേ? അതെ, അവർക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. ഇല്ല. അത് എനിക്കൊരു സൈക്കിൾ മേടിച്ചെന്ന് പറഞ്ഞിട്ടേ, അത് വലിയ കാര്യമാണ്. ചേട്ടന് സൈക്കിൾ മേടിച്ചു കൊടുത്തു എൻ്റെ ചെറുപ്പത്തിൽ. ഞാൻ 6ൽ 7ൽ അങ്ങോട്ട് പഠിക്കും. അപ്പോൾ പെങ്ങൾക്ക് പാദസരം വെച്ചു കൊടുത്തു. അന്നൊക്കെ പാദസരം വലിയ കാര്യമാണ്. ആരും എടുത്തില്ല. ഇന്ന് സ്വർണ്ണമല്ല വേറൊരു സാധനം ഇടുകയില്ല. അപ്പോൾ എനിക്ക് മാത്രം ഒന്നും കിട്ടിയില്ല. ഞാൻ ഒരു ദിവസം നിന്നിട്ട് അച്ഛനോട് പറഞ്ഞു, എനിക്ക് മാത്രം ചവിട്ടി കൊമ്പുമില്ല, പിടിച്ച കൊമ്പുമില്ല. അച്ഛനത് ഭയങ്കര വേദനയായി. ഞാൻ ചിന്തിക്കുന്നില്ല, എനിക്ക് കിട്ടില്ലാത്ത എൻ്റെ ഒരു സംഭവം ഞാൻ ഇൻഡയറക്റ്റായിട്ടൊരു സംഭവം ഉപമ പറഞ്ഞ് ഞാൻ അവിടെ ജയിച്ചൊക്കെ നിന്ന്. പിറ്റേ ദിവസം അച്ഛൻ ഒരു BS സൈക്കിളായിട്ട് വന്നു. അന്ന് ഈ സൈക്കിൾ മേടിച്ചിരുന്നു കുറേ സൈക്കിളൊക്കെ. അപ്പോൾ ഞാനത് പറയാൻ കാരണം എൻ്റെ ഒരു കളിക്കൂട്ടുകാരൻ ഉണ്ടായിരുന്നു, സലാഫ് എന്ന് പറഞ്ഞിട്ട്. അവൻ എന്നെ, എടാ നിൻ്റെ അച്ഛൻ സൈക്കിൾ കൊണ്ടുവന്നിട്ട് BS സൈക്കിൾ കൊണ്ടുവന്നിട്ടെന്ന് പറഞ്ഞിട്ട് കളിയാക്കും. അങ്ങനെ ഈ കളിയാക്കൽ കൂടിയപ്പോഴാണ് ഞാൻ അച്ഛനോട് ഈ സംഭവം പറഞ്ഞത്. അച്ഛൻ സൈക്കിൾ മേടിച്ചു തന്നു. അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയണത് എൻ്റെ അച്ഛൻ ഒരുപാട് രാത്രികൾ ഉറക്കൊളിച്ച് നിന്ന് പണ്ടത്തെ പൈസ, അച്ഛൻ KSRTCയിലായിരുന്നു, കാർപ്പൻ്ററായിരുന്നു. ഒരുപാട് ദിവസം ഉറക്കൊളിച്ച് നിന്ന് ഉണ്ടാക്കിയ പൈസയാണ് അന്ന് സൈക്കിൾ മേടിച്ചത്. ആലോചിക്കുമ്പോൾ തന്നെ കണ്ണ് നിറയുന്നുണ്ടല്ലേ? അതെനിക്ക് അത് ആ അച്ഛനെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതിയാവും. അതെ, ശരിയാണ്. ഈ പ്രാവശ്യം ഒരു ടൂർ പോയി ഞങ്ങൾ ഓണത്തിന്, ഫാമിലി. ഞങ്ങൾ ചേട്ടത്തിയും പെങ്ങള്, അളിയൻ, ചേട്ടൻ, അമ്മായി, വല്യച്ഛൻ്റെ, ഞങ്ങൾ തറവാട്ടിൽ മൂത്ത ചേട്ടൻ്റെ ഭാര്യയും മോളും, ഞങ്ങൾ ഫാമിലി. ഞങ്ങളൊരു സർപ്രൈസ് കൊടുത്തു. അമ്മയുടെ 80ാം പിറന്നാളായിരുന്നു. അവർ വലിയ ഹോട്ടലിലായിരുന്നു താമസം, തിരുവനന്തപുരത്ത് സ്റ്റാർ ഹോട്ടലിൽ താമസിച്ച്. അപ്പോൾ അവർ എൻ്റെ ഒരു എയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കൾ ഏറ്റവും റിച്ചായ സ്ഥലത്ത് നിൽക്കുമ്പോഴാണ് അവിടുത്തെ റിച്ച്നെസ് എന്താണെന്നും അവരുടെ ചിന്തകൾ എങ്ങനെയാണെന്നും അവരെ ആറ്റിറ്റ്യൂഡുകൾ എന്താണെന്നൊക്കെ പഠിക്കുള്ളൂ. അത് നമ്മൾ മുന്നേ നിന്ന് നടന്ന് കാണിച്ചു കൊടുക്കണം. അതാണ് അച്ഛൻ പഠിപ്പിച്ച് തന്നേക്കണ ഒരു സംഭവം. നമ്മൾ മുന്നേ നടന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ അവർ ആ സാധനം
മനസ്സിലാക്കും. അവർ പഠിക്കേണ്ടതാണെങ്കിൽ പഠിക്കും. അങ്ങനെ അമ്മയ്ക്ക് അറിയില്ല സംഭവം നമ്മൾ ഈ പ്ലാൻ ചെയ്തേക്കണ സാധനം. 50-ാം പിറന്നാളിൻ്റെ കേക്ക് മുറിക്കുന്നത് ഹോട്ടലിൽ റൂമിലേക്ക് കയറി വരുമ്പോൾ ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് പറഞ്ഞാൽ അമ്മ ഹാപ്പി ബർത്ത്ഡേ ടു അമ്മയ്ക്കറിയില്ല. അമ്മ പറഞ്ഞ അമ്മയുടെ ബർത്ത്ഡേ ആണ്. അത് ഓർക്കുന്നില്ല അല്ലേ? അത് അമ്മയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു ദിവസമായിരിക്കും. ഭയങ്കര സന്തോഷമായിരുന്നു. അതൊക്കെ ഒരു ഭാഗ്യമല്ലേ? അതുപോലെ എല്ലാവർക്കും ഉണ്ട്. എല്ലാവരും കൂടി പ്ലാൻ ചെയ്തൊരു സംഭവം ഞങ്ങളെല്ലാവരും കൂടി. ചേട്ടൻ ജീവിതത്തെ മുൻകൂട്ടി കാണുന്ന ഒരാളാണോ? എൻ്റെ ലൈഫ് ഈ ടൈമിൽ ഇങ്ങനെയായിരിക്കും അങ്ങനെയായിരിക്കും അങ്ങനെയൊന്നുമില്ല, ഒരു ഫ്ലോയ്ക്ക് പോകുന്ന ആളാണ്? നമ്മൾ ഒഴുക്കിനെതിരെ നേർന്നുണ്ടാവും പലതൊക്കെ, പക്ഷെ നമ്മൾ ചിലതൊക്കെ ഒഴുക്കിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുക. ഒഴുക്കിനെതിരെ നീന്തണമൊക്കെ ആഗ്രഹം ഉണ്ടാവും, അതൊക്കെ വെട്ടിപ്പിടിക്കണമെന്നൊക്കെ ഉണ്ടാവും. അതെങ്ങനെ പിടിക്കാന്നാണ് നമുക്കറിയില്ല. എങ്ങനെയൊക്കെയോ സംഭവിക്കുന്നുണ്ട്, എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. പ്രപഞ്ചത്തിനൊരു പവർ ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. അത് ഈശ്വരനാണോ ആരാണെന്നൊന്നും അറിയില്ല. ആ പ്രപഞ്ചം നമ്മളെങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചേട്ടൻ്റെ ഇത്രയും നാളത്തെ ഒരു അഭിനയ ജീവിതത്തിൽ സിനിമ ചേട്ടന് അത്രയും വേണ്ടത്ര ഉപയോഗിച്ചിട്ടില്ല. ഓക്കെ, എനിക്ക് ഇത്ര കഴിവുണ്ട്, പക്ഷെ അത് ഉപയോഗിച്ചിട്ടില്ല എന്ന് എപ്പോഴെങ്കിലും പേഴ്സണലി തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും തോന്നിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ പേരിൽ സ്വന്തമായിട്ട് കഥ എഴുതി സിനിമ വേറെ ആൾക്കാരെ കൊണ്ട് ഡയറക്റ്റ് ചെയ്യാൻ, ഞാൻ ഡയറക്റ്റ് ചെയ്യുന്നില്ല. അതിൻ്റെ ശ്രമങ്ങൾ തുടങ്ങിയിട്ട് ശരിക്കും ഒരു 8-10 വർഷത്തിനുള്ളിലായി. കൊറോണയ്ക്ക് തൊട്ടു മുമ്പ് അത് സക്സസ് ആവും എന്നുള്ള സംഭവം ഉണ്ടായിരുന്നു. എൻ്റെ ഒരു കഥ ഹിന്ദിയിൽ നവാസുദ്ദീൻ സിദ്ദിഖിയുടെ അടുത്ത് കഥ പറഞ്ഞു. കഥ പുള്ളിക്ക് ഇഷ്ടമായി, നെറ്റ്ഫ്ലിക്സിന് താല്പര്യമായി, എല്ലാം സെറ്റായി നിൽക്കുമ്പോഴാണ് ഡയറക്ടർ ഒരു ഫ്രണ്ട്, ആ പടം ചെയ്യാൻ നിന്ന് ഉണ്ണി ആരോമൽ എന്ന് പറഞ്ഞ ആ ഡയറക്ടറാണ്. ആ പുള്ളി ബോംബെ പോയി ഇതെല്ലാം സെറ്റാക്കി കൊണ്ടുവന്നപ്പോൾ പുള്ളിനെ ഇതെല്ലാം നവാസുദ്ദീൻ സിദ്ദിഖിനെയും നെറ്റ്ഫ്ലിക്സിനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ ഉണ്ണി ആരോമലിൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു. ആ ഫ്രണ്ട് അവിടെ പുള്ളിക്ക് തന്നെ ഭാര്യയായിട്ട് വന്നു. അത് അല്ലെങ്കിൽ അന്ന് അത് സംഭവിച്ചു പോയല്ലേ. അത് നടക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തൊരു മെയിൻ സംഭവമുണ്ട്. ലക്ക് ഒരു വലിയ ഘടകമാണ് ആ ഒരു സംഭവം. നമ്മൾ ഹാർഡ് വർക്ക് ഇപ്പോഴത്തെ നടക്കുന്നുണ്ട്. ആ ഹാർഡ് വർക്കിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ അവിടെ എത്തിപ്പെട്ടത്. പക്ഷെ ലക്കിന്റെ ഒരു പ്രോബ്ലം കൊണ്ട് അവിടെ നിന്ന് മാറിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ലക്കിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ചോദിക്കുവാണ്, പേര് മാറ്റി എന്ന് പറഞ്ഞില്ലേ, വിജു ബാലാക്കി. ഓക്കെ, അപ്പൊ അങ്ങനെ പേര് മാറ്റിയതിന് ശേഷം കരിയറിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് ആദ്യത്തെ അവാർഡ് കിട്ടുന്നത് സിനിമയ്ക്ക്, എനിക്ക് ആദ്യത്തെ അവാർഡ് കിട്ടുന്നത് 18+ എന്ന് പറഞ്ഞിട്ട് ഞാൻ മാത്രം അഭിനയിച്ച സിനിമയുടെ പേരിൽ എനിക്ക് സത്യത്ര അവാർഡ് കിട്ടി. എനിക്ക് സ്പെഷ്യൽ ജൂറി മെൻഷൻ. ചേട്ടൻ മാത്രമേ അതിൽ അഭിനയിച്ചിട്ടുള്ളൂ? അതുപോലെ മമ്മൂക്ക ഒരു സിനിമ ചെയ്തിട്ടുണ്ട്, മതിലുകൾ. അതുപോലെ മതിലുകളിൽ അപ്പുറത്ത് വേറെ ആൾക്കാരുണ്ടല്ലോ, ഇതിനകത്ത് ഒരു പൂച്ചക്കുഞ്ഞു പോലുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഓപ്പോസിറ്റ് POV-ൽ ആണ് ബാക്കിയുള്ള ആർട്ടിസ്റ്റുകൾ വരുന്നത്. അങ്ങനത്തെ ഒരു സിനിമ മിഥുൻ ജ്യോതി എന്ന് പറഞ്ഞിട്ട് അന്നവന് 21-22 വയസ്സ് പ്രായമുള്ളൂ. അവൻ ചെയ്തൊരു സിനിമയാണ്. അവൻ്റെ ഒരു പ്രൊഫൈലിന് വേണ്ടി ചെയ്തൊരു സിനിമയാണ് ഞങ്ങൾ. കൊറോണ കാലത്ത് ഒരു 10 പേര് മാത്രം നിൽക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവരുടെ ഒരു അപ്പൂപ്പൻ്റെ വീട്, ആ വീട്ടിൽ ഫുള്ള് ഷൂട്ട് അങ്ങനെ വെച്ചിട്ടൊരു സിനിമ ചെയ്തതാണ്. 18+ കാണാം. നെറ്റ്ഫ്ലിക്സിലുണ്ട്, ആമസോണിലുണ്ട്. അത് ഉണ്ടല്ലേ? ഓക്കെ, അപ്പൊ എല്ലാവരും അത് കാണണം. അവരോടും കൂടി പറയുകയാണ്, എല്ലാവരും കാണണം. ആമസോൺ പ്രൈമിലുണ്ട്. അത് റെൻ്റൽ കാറ്റഗറിയിൽ കിടക്കുന്നുണ്ട്. 18+, വെറും 18+ ആണ്. അപ്പോൾ അത് മറക്കണ്ട. ഓക്കെ, ചേട്ടനിപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് ചോദിച്ച സമയത്തായി കഴിഞ്ഞാലും ഫിലിമിൽ അഭിനയിക്കുന്ന സമയത്തും ആ ഒരു ഇതിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും ബാഡ് എക്സ്പീരിയൻസ് പറ്റിയിട്ടുണ്ടോ? ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് മാനസികമായിട്ട് വിഷമം തോന്നുന്ന എന്തെങ്കിലുമൊക്കെ? ഒരുപാട് പേരുണ്ട്. ഒരുപാട്. കാരണം വെച്ചാൽ അത് നമുക്കിങ്ങനെ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പറയുമ്പോഴും നമുക്ക് ആ ഒരു നെഗറ്റീവ് നമുക്ക് വന്നോട്ടെ, ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആഗ്രഹിക്കുന്നേ ഇല്ല. അങ്ങനെ പോട്ടെ, അതങ്ങനെ അങ്ങനെ പോട്ടെ. അതിനെ നമ്മൾ പിടിച്ച്
വലിച്ചു കൊണ്ടിട്ടുണ്ടെന്നാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ. പഴയ സമയത്ത് എന്ന് പറയുമ്പം കൂടുതലും ആൾക്കാർ മിമിക്രി ത്രൂ ഒക്കെ ഫിലിമിലേക്ക് വരാറുണ്ട്. പക്ഷെ ഇന്നത്തെ സമയത്ത് സോഷ്യൽ മീഡിയാസ് ഒക്കെ ഒരുപാട് ഉണ്ടെങ്കിലും ഈ മിമിക്രി ത്രൂ ഫിലിമിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അതൊക്കെ ഇപ്പോൾ പോസിബിൾ ആയിട്ടുള്ള കാര്യമാണോ? നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒന്നും ഒരു കാരണവശാലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ആര് എങ്ങനെ വരും എന്നുള്ളത്. നമുക്ക് എന്താ പറയുക, എങ്ങനെയാണ് അവൻ അതിനെ യൂട്ടിലൈസ് ചെയ്യുന്നതനുസരിച്ചാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഓപ്പർച്യൂണിറ്റിനെ നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു അതനുസരിച്ചാണ് അവൻ്റെ ഗ്രാഫ് മാറുന്നത് അല്ലേ. ഇപ്പോൾ എക്സ്ക്യൂസ് പറയും, നമ്മൾ പറയും അതൊരു ചെറിയ വേഷമല്ലേ ചെയ്തിട്ട് എന്ത് കാര്യം എന്ന് പറയും. പക്ഷെ ആ ഒരു ചെറിയ വേഷമായിരിക്കും നമുക്ക് വലുതിലേക്കുള്ളൊരു വഴികാട്ടിയാവുന്നത്. മനസ്സിലായില്ലേ? പക്ഷെ ഇവിടെ ചെറുതും വലുതും എന്നുള്ള ഒരു സംഭവമില്ല. ശരിക്കും ഒരു സീനിൽ വന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. മമ്മൂക്കയുടെ പഴയ ഒരു ക്ലിപ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വളരെ സ്കെൽറ്റായിട്ട് ഒരു വള്ളത്തിലിരിക്കുന്ന കണ്ടിട്ടില്ലേ? അങ്ങനെയുള്ള ഒരാള് ഒരു സൂപ്പർ സ്റ്റാർ ആവുമെന്ന് ആരെങ്കിലും ചിന്തിക്കുമോ? ഇല്ല. അന്ന് മമ്മൂക്ക അറ്റംപ്റ്റ് എടുത്തില്ലായിരുന്നെങ്കിൽ ഇന്ന് മമ്മൂക്ക എന്ന് പറഞ്ഞ ആളുണ്ടാവില്ല ഇല്ലേ. ചെറുതൊന്നും വലുതെന്നുള്ള സംഭവമില്ല. ഒരു സിനിമയുടെ ഭാഗമാവാന്ന് പറയുന്നത് തന്നെ വലിയ ഭാഗ്യമാണ്. അത് പ്രത്യേകിച്ച് എന്താ പറയാ, ഗോഡ് ഫാദറേഴ്സ് ഇല്ലാത്ത ആൾക്കാരില്ലേ, നമ്മൾ എന്നെ പോലത്തെ ഒരു സംഭവം. ഞാൻ ഒരു നാട്ടിൻപുറത്തുനിന്ന് തന്നെയാണ്. എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനോ എന്നെ പരിചയപ്പെടുത്താനോ ഒരാളും ഇല്ലായിരുന്നു. ഞാൻ സ്വന്തമായിട്ട് പരിചയപ്പെട്ട് വെട്ടി ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അങ്ങനെ വഴിവെട്ടി വന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. അപ്പോൾ വഴിവെട്ടി വന്നാൽ നമുക്ക് എവിടെയെങ്കിലൊക്കെ എത്തിപ്പെടാൻ പറ്റും. ഇന്ന് എന്നെ ഒരു 10 പേര് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ അത് സിനിമയിൽ വന്നതിൻ്റെ പേരിൽ മാത്രമാണ് അല്ലേ. ഞാൻ മിമിക്രി മാത്രം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നെ ആ ഒരു സർക്കിൾ മാത്രമുള്ള ആൾക്കാരെ അറിയുള്ളൂ. ഇപ്പം അങ്ങനെയല്ല. നമ്മൾ മുമ്പ് ആദ്യമൊക്കെ സിനിമയിലൊക്കെ അഭിനയിക്കും, അവൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ ഇത് എങ്ങനെയാണ് ഇത് ആയിരിക്കും എന്നുള്ള സംഭവം തന്നെ ഇല്ല. അവൻ്റെ ഉള്ളിൽ ആ ഒരു സംഭവം കുറച്ചും കൂടി ഒന്ന് പച്ച കുത്താനുണ്ട്. മനസ്സിലായല്ലേ? ഇല്ലത്തുനിന്ന് ഇറങ്ങി അമ്മാത്ത് എത്തിയില്ല എന്ന് പറയുമല്ലോ നമ്മള് എന്ന് പറയാം. എല്ലാത്തിനും ഇറങ്ങിയിട്ടുണ്ട്, അമ്മാത്ത് എത്തിയിട്ടില്ല. ഇതുപോലെ ചേട്ടന്റെ ഒരു കോമഡി സീൻ ഞാൻ കണ്ടിട്ടുണ്ട്. സലീം കുമാർ അതെന്ന് വെച്ചാൽ കുറച്ച് വൈറലായിട്ടുള്ള ഒരു ഇതാണ്. അതിലേക്ക് എങ്ങനെയാ എത്തിയത്? അതിന്റെ അതൊരു ലക്കാണ്. റീൽസിൽ ഇങ്ങനെ ഏറ്റവും കൂടുതൽ റീൽസ് വന്നേക്കണ സാധനം അതായിരുന്നു. അതും പിന്നെ 3 Kingsലെ ഫ്ലൈറ്റ് ഓടിക്കണ സാധനം, അതാണ് ഏറ്റവും കൂടുതൽ. സലീം കുമാറിന്റെ കൂടെ മറ്റേ മായാവിയിലെ സീനും, മായാവിയിൽ സൈക്കിളൊക്കെ പൊക്കി വെച്ചിട്ട് വാ എന്ന് പറയുന്ന സാധനമൊക്കെ ഉണ്ട്. അതൊക്കെ വൈറലായിട്ടുള്ള വീഡിയോകളാണ് സാധനം. അപ്പോൾ കുറേ സാധനങ്ങൾ അങ്ങനെ. അത് വലിയ ഭാഗ്യമാണ് ശരിക്കും. കാരണം നമ്മൾ ചെയ്ത സിനിമയുടെ ക്ലിപ്പ് വീണ്ടും വരിക എന്ന് പറയുന്നത് കോമഡി ആയിട്ട് വീണ്ടും ആൾക്കാർ ആരാണ് ഇത് ബോണ്ടുണ്ട്, നല്ല സ്നേഹമാണ്. അതൊരു തുടക്കം മുതലേ ഉള്ള ഒരു ആത്മബന്ധമായിരിക്കാം. ഈ സീൻ ചെയ്യുമ്പോഴും സലിയപ്പൻ പറഞ്ഞ ഒറ്റ സംഭവമാണ്, അതായത് നമ്മൾ സ്റ്റേജ് ചെയ്ത സാധനമല്ലേ, കേൾക്കും അത്. ഞാൻ ഒന്ന് കേൾക്കും, കുഴപ്പമില്ല. ഇതിപ്പോ കഴിയും അതല്ലേ 1 മണിക്കൂർ എത്ര സമയം എടുക്കും, എത്ര പേരുണ്ട്, എത്ര സമയം എടുക്കും. അപ്പം അത് പക്ഷെ സലീപ്പൻ അത് എനിക്ക് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടാ, എന്നാൽ അത് ചെയ്യാടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ സലീം കുമാർ ഭയങ്കര കട്ട സപ്പോർട്ടോടുകൂടി ചെയ്ത സാധനമാണ് അത്. പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അതെ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ആ സാധനം ക്ലിപ്പ് ഇറങ്ങണത്. ഞാൻ ഇത് ക്ലിപ്പ് എവിടെ നിന്ന് ഇറങ്ങിയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഓരോരുത്തരുടെ ചോദിച്ചപ്പോഴും കുറേ പേരോട് ചോദിച്ചു. അപ്പം എന്നോട് പറഞ്ഞു ഈ ഒബ്രമാളിൽ എൻ്റെ ഒരു പയ്യനുണ്ട്, എൻ്റെ ഒരു അനിയനുണ്ട്, ലിബിൻ എന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞാ ചേട്ടാ ക്ലിപ്പ് കണ്ടിരുന്നോ, ചേട്ടൻ്റെ കോമഡി സ്കിറ്റ് ഒരു സാധനം വന്നേക്കണോ? ഇല്ലടാ, അടൂരിന്നാണ് പയ്യൻ സംഭവം ചെയ്തേക്കണത്. ആണോ? അവരോട് താങ്ക്സ് എന്ന് പറഞ്ഞേക്കട്ടെ. കാരണം എല്ലാവരും
കുറേ ആൾക്കാർ എന്നെ വിളിച്ച് പറഞ്ഞു ചേട്ടാ എനിക്കത് അഴച്ചു തന്നു, നിങ്ങളെ കോമഡി നിങ്ങൾ കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ കണ്ട്. ഇത് നമ്മൾ പോലും അറിയാത്ത കാണാത്ത ആരോ ഇരുന്ന് പണിത് പടച്ചു വിടുകയാണ് സാധനം. ആരാണെന്ന് പോലും നമുക്കറിയില്ല, നമ്മളൊന്നും അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അത് അവരുടെ യൂട്യൂബിൽ മില്യൺ സംഭവങ്ങളൊക്കെ കയറി എന്നൊക്കെ പറയാനുണ്ട്. അതെ, ഇടയ്ക്കിടയ്ക്ക് കാണാറ്. അത് എങ്ങനെയൊക്കെയോ സംഭവിക്കുന്നു. ഓക്കെ. അഭിനയം അല്ലാതെ മറ്റു മേഖലകളിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ? അഭിനയം അല്ലാതെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഞാനൊരു ഓണപ്പാട്ട് കേട്ടായിരുന്നു. പാട്ട് എഴുതി സംഗീതം ചെയ്ത, ഞാൻ എഴുതി സംഗീതം ചെയ്ത മണിച്ചേട്ടൻ പാടിയ പാട്ടുകളുണ്ട്. എനിക്ക് മുണ്ടേ അങ്ങ് വീട്ടിലൊക്കെ കുറച്ച് പാട്ടുകൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഓണത്തിന് എല്ലാ ഓണത്തിനും പാട്ടുകൾ ചെയ്യാറുണ്ട്. പക്ഷെ ഈ ഓണത്തിന് ഞാൻ ഒന്ന് മാറ്റി പിടിച്ച് മാവേലിക്കും പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് വേറൊരു ടൈപ്പ് ഒരു മേക്കിംഗ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പൊ എല്ലാവരും മാവേലിക്കും പറയാനുണ്ടെന്നുള്ള ഓണപ്പാട്ട് കേൾക്കണം. കാരണം അതൊരു കോമഡി സറ്റയർ സാധനം. അങ്ങനത്തെ ഒരു ടൈപ്പ് ഒരു സാധനം വന്നിട്ടില്ല ഇതുവരെ. ഓണത്തിന് വന്നിട്ടില്ല, ഒരു ഓണത്തിന് വന്നിട്ടില്ല സറ്റയർ പാട്ട് മാത്രമായിട്ടല്ല. ബാക്കി നമ്മൾ കോമഡി സ്കിറ്റുകൾ പുട്ടും മാവേലി കുമ്പത്തൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അങ്ങനത്തെ കുറേ സാധനങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ പാട്ട് മാത്രമായിട്ട് ആദ്യമായിട്ടാണ്. അപ്പൊ അങ്ങനെ പിന്നെ പാടിയത് ചേട്ടനാണോ? ഞാൻ എഴുതി, ഞാൻ സംഗീതം ചെയ്ത്, ഞാൻ തന്നെ അഭിനയിച്ച് സകല കലാവല്ലഭൻ നേരത്തെ പറഞ്ഞ പോലെ അത് ചെയ്തിട്ടുണ്ട്. ശ്രമങ്ങൾ ഞാൻ എൻ്റെ കഴിവുകൾ ഉള്ള സാധനങ്ങൾ കംപ്ലീറ്റ് ഞാൻ ശ്രമിക്കാറുണ്ട്. എല്ലാ കഴിവുകളും മാക്സിമം ഞാൻ ശ്രമിച്ചു പോകും. ഈ പാട്ട് എല്ലാം ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഇവിടെ നിന്ന് തന്നെ തരുന്നതാണ്, പ്രപഞ്ചം തന്നെ തരുന്നതാണ്. കാരണം ഞാൻ ഒന്നും മുൻകൂട്ടി അങ്ങനെ തയ്യാറാക്കാറില്ല. ഇങ്ങനെ വേണമെന്നുള്ള സംഭവമില്ല. എനിക്ക് ആ സമയത്ത് കിട്ടുന്നത് ഞാൻ എഴുതും. അതിനകത്ത് ഫസ്റ്റ് വരി അങ്ങനത്തെ ഒരു സാധനമാണ്. ഒറ്റക്കിരുന്നവൾ പൊട്ടിച്ചിരിച്ചു, മുറ്റത്തു നിന്നൊരാൾ ഞെട്ടിത്തരിച്ചു, കെട്ടിയിട്ട പട്ടി ചങ്ങല പൊട്ടിച്ച് നാട് വിട്ടോടിയത് നാട്ടിലെ പാട്ട്. ഇതിനിടയിൽ ഇപ്പോഴത്തെ എല്ലാവരും ചെവിയിൽ ഫോൺ വെച്ചിട്ട് ആണോ എന്നൊക്കെ ഈ ചിരികളൊക്കെ നമ്മൾ റോഡ് സൈഡിൽ കൂടെ പോകുമ്പോൾ പെണ്ണുങ്ങൾ നമ്മളത് ഫോൺ വെച്ചിട്ട് പരിസരം മറന്ന് ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന സാധനമാണ്. ഇത് കണ്ടിട്ട് ചായക്കട, ഞാൻ എൻ്റെ കൺമുമ്പിൽ കണ്ട സാധനമാണ് പാട്ടാക്കിയാണ്. ഈ ചിരി കേട്ടിട്ട് ചായക്കട എഴുതാ ചേട്ടൻ ചായ എന്താ അപ്പൊ അത് കണ്ടപ്പോ ഈ സാധനം പാട്ടാക്കിയാൽ കൊള്ളാന്ന് വെച്ചിട്ട് അതാണ് ചേട്ടന്റെ ബ്രെയിനിൽ വന്ന ഐഡിയ ആണത്. അങ്ങനത്തെ. അതേപോലെ തന്നെ നമ്മളെ ഒരു സുഹൃത്ത് പറ്റിച്ചിട്ട് പോയി, ഒരു വർക്ക് ചെയ്തിട്ട് പറ്റിച്ചിട്ട് പോയി. അപ്പൊ അത് എൻ്റെ രണ്ടാമത്തെ വരി അങ്ങനത്തെ എന്നല്ലേ, കാര്യം കഴിഞ്ഞ കറി വെപ്പില പോലെ തള്ളി പറയുന്ന ചങ്ങാതി ഉണ്ടെങ്കിൽ ആ ശവത്തിന് ഉറുവാന ചൊല്ലുവാൻ നേരം കളയണ്ട ചങ്ങാതിമാര്. കാരണം അത്രയുള്ള ആൾക്കാരെ നമ്മള് സുഹൃത്തുക്കളായിട്ട് വെച്ചിട്ട് തന്നെ കാര്യമില്ല. മനസ്സിലായില്ലേ? എല്ലാം അങ്ങനത്തെ സാധനങ്ങളാണ്. ഇപ്പൊ ചാറ്റിങ്ങും ചീറ്റിങ്ങും ഈറ്റിങ്ങുമായി നാട് കറങ്ങി നടക്കുന്ന മക്കൾ, ഞാനുപോലുള്ളൊരു ജീവിതം ഇങ്ങനെ നായനക്കിയതുപോലെ ഇപ്പോഴത്തെ പിള്ളേരുടെ അവസ്ഥയാണ്. അത് നമ്മൾ ഉപദേശമായിട്ട് പറയാൻ പോയാൽ ഓടാ പുല്ല് എന്ന് പറയും. ഇങ്ങനെ പറഞ്ഞാൽ ഒരു കുഴപ്പമില്ലല്ലോ. അങ്ങനെ വരികളെല്ലാത്തിലും അതിൻ്റെ ഒരു സംഭവമുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരുന്നു. സറ്റയറിന് അങ്ങനത്തെ സംഭവം നമ്മള് വളരെ ചെറുതായിരിക്കും പറയുന്നത്, പക്ഷെ ആ പറയുന്നതിന് ഒരു കാര്യം ഉണ്ടാവണം. പാട്ടുകൾ കുറെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു നെഞ്ചിടിപ്പ്, ഇനി നമുക്കൊരു ആളെ കണ്ട് ഇഷ്ടമായാല് ആ ആളോട് ഇഷ്ടമാണെന്ന് പറയുന്നതിന് മുമ്പ് ഒരു നെഞ്ചിടിപ്പുണ്ട്. അത് ആണുങ്ങൾക്കുണ്ട്, പെണ്ണുങ്ങൾക്കും ഉണ്ടാവുമെന്ന് വിചാരിക്കണം. ഉണ്ടോ അറിയില്ല, അങ്ങോട്ട് പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് അറിയത്തില്ല. എന്നാ അങ്ങനെയുണ്ട്. ഇഷ്ടമാണെന്ന് പറഞ്ഞ മുമ്പ് അതാണ് നെഞ്ചിടിപ്പാണ് ഒരു പാട്ട്. അതേതാ പാട്ട്? നിന്നെ കണ്ടു നിന്നെ കണ്ടു നിന്നെ കണ്ടു എന്ന് പറഞ്ഞാൽ പോരാ, നിന്നെ കണ്ടൊരു നാൾ മുതൽ എൻ്റെ നെഞ്ചിൽ നല്ല പാട്ട്, എനിക്കിഷ്ടായി.
ഇതിൻ്റെ അനുപല്ലവി എന്നിട്ട് അന്ന നട നീ നടന്നാൽ പോരാ, അമ്പലമുറ്റത്തു വന്നാൽ പോരാ, കൂട്ടുകാരത്തു കളിച്ചാൽ പോരാ, കൂടെ നടക്കുന്ന കണ്ടാലൊന്ന് വല്ലപ്പോഴെങ്കിലും എന്നെ ഒന്ന് നോക്കി ഒന്ന് ചിരിച്ചൂടെ, ഒന്ന് ചിരിച്ചൂടെ. നിന്നെ കണ്ടു നിന്നെ കണ്ടു നിന്നെ കണ്ടു എന്ന് പറഞ്ഞാൽ പോരാ, നിന്നെ കണ്ടൊരു നാൾ മുതൽ എൻ്റെ നെഞ്ചിൽ ഡുണ്ടും ആടുണ്ടും ആടുണ്ടും ഡക്കിടിയാ. ഓ നൈസ് നൈസ്, അടിപൊളി. അപ്പം നമുക്ക് ചേട്ടൻ്റെ ഒരു പാട്ടോട് കൂടി തന്നെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നല്ലൊരു കോൺവെർസേഷൻ ആയിരുന്നു. ചേട്ടനെ വന്നതിലും കണ്ടതിലൊക്കെ ഒരുപാട് സന്തോഷം. ഇനിയും പാട്ട് ഇനിയും പാട്ട് മണിച്ചേട്ടൻ്റെ ഒരു പാട്ട് പാടാം. ഓക്കെ. നേരത്തെ നിങ്ങൾ ആവശ്യപ്പെട്ടാണല്ലോ മണിച്ചേട്ടൻ്റെ ഒരു പാട്ട് വേണം. ഞാൻ ഏറ്റവും കൂടുതൽ സ്റ്റേജിൽ പാടിയിട്ടുള്ള കുറേ പാട്ടുകളുണ്ട്. മണിച്ചേട്ടൻ്റെ പാട്ടുകൾ വരാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ പാട്ടുകൾ പാടിയിട്ടുണ്ടെങ്കിലും എനിക്കിപ്പോഴും ഇഷ്ടം നല്ല ഋത്വം നല്ല സെറ്റായിട്ടുള്ളൊരു പാട്ടാണ്. കൊട്ടപ്പം കൊട്ടാങ്ങേളെ കൊയിലപ്പം വിളിയാങ്ങേളെ ഏലൂരിൻ കുഞ്ഞിക്കണ്ണൻ കുഞ്ഞാങ്ങേളെ, ഒരു നല്ലൊരാങ്ങളമാര് പാടിത്തരൂ വാങ്ങി, ഒരു നല്ലൊരു പെങ്ങന്മാരൊന്നാടിത്തരാം. കാക്കക്കറുമ്പി കഥുള്ള മുടിക്കാരി നീ നിന്റെ മുടിയെടുത്താടി കളിക്കുമ്പോ അകന്താട്ടും പൂറന്താട്ടും തണ്ടാണടിയേ. കാക്കക്കറുമ്പി കഥുള്ള മുടിക്കാരി നീ നിന്റെ മുടിയെടുത്താടി കളിക്കുമ്പോ അകന്താട്ടും പൂറന്താട്ടും തണ്ടാണടിയേ. കൊട്ടൊപ്പം കൊട്ടാങ്ങേളെ കൊയിലൊപ്പം വിളിയാങ്ങേളെ ഏലൂരിൻ കുഞ്ഞിക്കണ്ണൻ കുഞ്ഞാങ്ങേളെ, ഏലൂരിൻ കുഞ്ഞിക്കണ്ണൻ കുഞ്ഞാങ്ങേളെ, ഏലൂരിൻ കുഞ്ഞിക്കണ്ണൻ. താങ്ക് യു. താങ്ക് യു.